ദേശനിവാസികൾക്കും ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്ന മാറ്റമില്ലാത്ത ക്രിസ്തുവിന്റെ സുവിശേഷം ഇതൊരു മതപ്രസംഗമല്ല, ഇതൊരു മതത്തിലേക്ക് ചേർക്കാനല്ല ഞങ്ങൾ വിളിച്ചു പറയുന്നത്. ഇതൊരു ഒരു മാർഗമാണ്. ക്രിസ്തീയ മാർഗം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു മാർഗമാണ്. മാനസാന്തരത്തിന്റെ ദൂതാണ് ഞങ്ങൾ ഈ ദേശത്തോട് വിളിച്ചു പറയുന്നത്. സുവിശേഷം എന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുപോവുക. ദൈവത്തിന്റെ ഉദ്ദേശമാണ് ഒരു ജനവും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ ഭൂമിയിൽ ജീവനോടുള്ള ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയും സുവിശേഷം അറിയാതെ നിത്യ നരകത്തിലേക്ക് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള ഒരു പദ്ധതിയായിരുന്നു മനുഷ്യൻ വീണുപോയപ്പോൾ, പാപത്തിൽ നിന്ന് പാപം ചെയ്ത് വീണുപോയപ്പോൾ ആ വീണുപോയ മനുഷ്യനെ രക്ഷിക്കാനാണ് യേശു ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ബൈബിൾ ഇങ്ങനെ വ്യക്തമായി പറയുന്നു, ഒരു വ്യത്യാസവുമില്ല പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപികളാണ്. ലോകത്ത് നീതിമാനായ ആരുമില്ലായിരുന്നു. അങ്ങനെ ലോകത്തൊരു നീതിമാൻ ഉണ്ടായിരുന്നെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് യാഗമാവേണ്ട ആവശ്യമില്ലായിരുന്നു. എങ്ങനെയാണ് മനുഷ്യന്റെ വീഴ്ച? അതായത് ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുവാൻ ഭൂമിയിൽ ഇറങ്ങി വന്ന് പൊടിയെടുത്ത് മനുഷ്യനെ ഉണ്ടാക്കി അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അങ്ങനെയാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. നമ്മളെ ദൈവം സൃഷ്ടിക്കുമ്പോൾ നമ്മളിൽ പാപമില്ലായിരുന്നു. ആ ദൈവ തേജസ്സോടെയായിരുന്നു ദൈവം നമ്മളെ ഉണ്ടാക്കിയത്. അതിനുശേഷം ഏദേൻ എന്ന തോട്ടത്തിൽ ആ മനുഷ്യനെ അവിടെ ആക്കുവാനിടയായി. അതിനുശേഷം ഏദേൻ എന്ന തോട്ടത്തിൽ തനിക്ക് തന്റെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ആ പുരുഷന് ദൈവം ആ മനുഷ്യന് ആദാമെന്ന് പേരിട്ട്, എന്നിട്ട് ആദാമിന്റെ വാരിയലിൽ നിന്ന് ഒരു വാരിയൽ എടുത്ത് സ്ത്രീയെ സൃഷ്ടിച്ചു. സ്ത്രീയെ സൃഷ്ടിച്ചിട്ട് അവന് കൂട്ടിന് വേണ്ടി കൊടുത്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവം പറഞ്ഞു, ആ ഏദേൻ തോട്ടത്തിൽ അനേക വൃക്ഷങ്ങളുണ്ട്, വൃക്ഷഫലങ്ങളുമുണ്ട്. എന്നാൽ നന്മ തിന്മകളെ കുറിച്ച് അറിയുന്ന ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം മാത്രം നിങ്ങൾ തിന്നരുതെന്ന് ദൈവം അവരോട് പറഞ്ഞിരുന്നു. എന്നാൽ വഞ്ചകനായ പിശാച് എവിടെയാണോ ദൈവം ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യുന്നതാണ് യഥാർത്ഥ പാപം. അങ്ങനെയെങ്കിൽ അവിടെ ആ പാമ്പ് വഞ്ചകനായ സർപ്പത്തിന്റെ രൂപത്തിൽ വന്ന് അവരോട് പറയാനിടയായി, നിങ്ങളോട് ദൈവം പറഞ്ഞിട്ടുണ്ടോ ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന്? അന്നേരം അവർ പാമ്പിനോട് പറഞ്ഞു, തിന്നരുതെന്ന് മാത്രമല്ല ദൈവം തുടരുതെന്ന് പോലും എഴുതിയിട്ടുണ്ടെന്ന് സ്ത്രീ പാമ്പിനോട് പറയാനിടയായി. അങ്ങനെ പാമ്പ് അവിടെ കൗശലക്കാരനായ പാമ്പ്, ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, സൃഷ്ടിയിൽ ഏറ്റവും കൗശലമുള്ളവനായിരുന്നു പാമ്പ്. അങ്ങനെ ആ പാമ്പ് പറയാനിടയായി, നിങ്ങൾ തിന്നുക ദൈവത്തെ പോലാകും, അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് നിങ്ങളുടെ കണ്ണുകളെ തുറക്കാനിടയാകുമെന്ന്. അങ്ങനെ ആ സർപ്പം ആ വൃക്ഷത്തിന്റെ ഫലം അവർ തിന്നുകയും ആ ഫലം തിന്നിയ നിമിത്തം അവർ നഗ്നരാണെന്ന് അവർക്ക് മനസ്സിലായി. അവർ ദൈവത്തിൽ നിന്നുള്ള സാന്നിധ്യത്തിൽ നിന്ന് അവർ അകന്നുപോയി, ദൈവത്തിൽ നിന്നുള്ള കൂട്ടായ്മയിൽ അകന്നുപോയി. പ്രിയ ദേശമേ, നിങ്ങൾ ദൈവം എന്തെങ്കിലും ചെയ്യരുതെന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് മാറിപ്പോവുകയാണ്. ദൈവത്തിന്റെ കൽപ്പനകൾ നിങ്ങൾ ലംഘിക്കുമ്പോൾ അവിടെ പാപം ഉടലെടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ആ തെറ്റിപ്പോയ അവർ നഗ്നരാന്നറിയും അവർ പോയി ഒളിക്കുവാനിടയായി. വൃക്ഷങ്ങളുടെ ഇലകളിൽ പോയി ആ വൃക്ഷങ്ങളിൽ പോയി ഒളിക്കുവാനിടയായി. അങ്ങനെ ദൈവം നേരം സന്ധ്യയായപ്പോൾ, വൈകുന്നേരമായപ്പോൾ ദൈവം അവിടെ വന്ന് ആദാമേ ഹൗവേ എന്ന് വിളിച്ചു. അന്നേരം ദൈവമേ, ഞങ്ങൾ നഗ്നരായതുകൊണ്ട് ഞങ്ങൾ ഒളിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞു, ദൈവം പറഞ്ഞു, നിങ്ങൾ നഗ്നരാണെന്ന് ആര് പറഞ്ഞു? ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നുവോ എന്ന് ചോദിച്ചു. അന്നേരം ആദാം പറഞ്ഞു, എനിക്ക് നീ തുണയായി തന്ന സ്ത്രീ എനിക്ക് കൊണ്ടു തന്നു, ഞാനത് കഴിച്ചു. സ്ത്രീയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, സ്ത്രീ പറഞ്ഞു, ഇതെനിക്ക് പാമ്പ് പറിച്ചു തന്നു, പാമ്പ് തന്നു. അങ്ങനെ അവിടെ തൊട്ടാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അവർ അകന്നു പോയത്. അന്ന് വരെ മരണമില്ലായിരുന്നു, അന്ന് വരെ ശാപമില്ലായിരുന്നു, അന്ന് വരെ രോഗമില്ലായിരുന്നു മനുഷ്യർക്ക്. അങ്ങനെ ഒരു രോഗത്തിലേക്ക് ഇടയായി പോകുവാനിടയായി. അങ്ങനെയായ ദൈവം അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഏദനിൽ വെച്ച് ദൈവം സാത്താനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സാത്താനോട് പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും, നിനക്കും മനുഷ്യർക്കും തമ്മിൽ ഞാൻ ശത്രുത നിയമിച്ചിരിക്കുന്നു. അങ്ങനെ മനുഷ്യനെ ശപിക്കാനിടയായി. നീ അധ്വാനിച്ച് വേർപ്പോടെ നീ ഭക്ഷണം തിന്നും. സ്ത്രീയോട് പറഞ്ഞു, നീ പ്രസവ വേദനയോടെ മക്കളെ പ്രസവിക്കും. അങ്ങനെ നീ കാരണം ഈ ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ശാപത്തിന് കീഴിലായ ഭൂമിയെ രക്ഷിക്കുവാനായിട്ട് ദൈവം തന്റെ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നു. യേശു വന്നതിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ പാപത്തിൽ വീണുപോയ സകല മനുഷ്യ
മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഈ താണഭൂമിയിൽ യേശു ഭൂമിയിൽ ജനിച്ചത്. അങ്ങനെയെങ്കിൽ നസ്രയത്തിൽ ഒരു യോസഫിന് വിവാഹം നിശ്ചയിച്ച കന്യകയുടെ അടുത്ത് ഗബ്രിയേൽ ദൂതൻ വന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, നീ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവൽ എന്ന് പേരിടണം, ഇവൻ മനുഷ്യരെ തങ്ങളുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നതുകൊണ്ട് നീ യേശു എന്ന് പേരിടണം. യേശുവിന്റെ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകനാണ്. സകല മനുഷ്യർക്ക് രക്ഷയ്ക്കായ ഒരു സംഗതി ഞങ്ങൾ നിങ്ങളോട് സുവിശേഷീകരിക്കാം. അതാണ് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. യേശുവിനെ നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ആ യേശു നിങ്ങളുടെ ഹൃദയത്തിലാണ് ജീവിക്കുന്നത്. അല്ലാതെ മനുഷ്യരുടെ കൈവേലയിൽ ഉണ്ടാക്കിയ ഒരു പ്രത്യേക ഒരു അമ്പലത്തിലോ ഒരു ആലയത്തിലോ അല്ല ദൈവം വാസം ചെയ്യുന്നത്. ബൈബിൾ വ്യക്തമായി പറയുന്നു, മനുഷ്യരുടെ കയ്യാലുള്ള ശുശ്രൂഷ ദൈവം ആഗ്രഹിക്കുന്നില്ല. മനുഷ്യരുടെ കയ്യാൽ ചെയ്യുന്ന ഒരു ശുശ്രൂഷയും ഈ അഖിലാണ്ടത്തെ ഉളവാക്കിയ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും കർമ്മമാർഗം കൊണ്ട് ചെയ്താലോ കർമ്മങ്ങൾ ചെയ്താലോ, നിങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി ഏതെങ്കിലും പുണ്യക ക്ഷേത്രങ്ങൾ സഞ്ചരിച്ചാലോ, നിങ്ങൾ സ്നാനങ്ങൾ ഏറ്റാലോ ഒരിക്കലും നിങ്ങളുടെ പാപത്തിന് മോചനം വരികയില്ല. പാപത്തിന് മോചനം കിട്ടണമെങ്കിൽ പാപം എന്തെന്ന് പോലും അറിയാതെ മനുഷ്യന്റെ ഇഷ്ടത്താൽ ഉണ്ടായതല്ല. ഞാൻ പറഞ്ഞല്ലോ, കന്യകയുടെ അടുത്ത് ദൂതൻ പറഞ്ഞു, നീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കും, അവൻ ഇമ്മാനുവൽ എന്ന് പേരിടണം. ഇമ്മാനുവൽ എന്ന പേരിന്റെ അർത്ഥം ദൈവം നമ്മളോട് കൂടെ ഉള്ളവൻ എന്നാണ്. സ്ത്രീ പറഞ്ഞു, ഞാൻ പുരുഷനെ അറിയായിട്ടാൽ ഇത് എങ്ങനെ സംഭവിക്കും? അന്നേരം പറഞ്ഞൊരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അങ്ങനെ ഉത്ഭവിക്കുന്ന പ്രജ അവൻ ഇമ്മാനുവൽ, യേശു നമ്മുടെ കൂടെയുള്ള യേശു എന്ന് അവന് പേർ വിളിക്കും. ആ യേശുവിൽ പാപമില്ലായിരുന്നു, അവൻ മനുഷ്യന്റെ ഇഷ്ടത്താൽ ഉളവായതല്ല. ഈ ദിവസങ്ങൾ നമ്മളെല്ലാം അറിയുന്ന ഒരു കാര്യമാണ്. ഹോശാന പെരുന്ന്, ഹോശാന ദുഃഖവെള്ളി, അതെല്ലാം നമ്മൾ ആഘോഷിക്കുന്ന ഒരു ദിവസങ്ങളിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതെല്ലാം ആഘോഷിക്കുന്ന എന്തിനെന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ യഥാർത്ഥ മൂല കാരണമെന്ന് ചോദിച്ചാൽ പാപമാണ്. ഇതെല്ലാം ഇവർ ആഘോഷിക്കുമ്പോൾ തന്നെ ഇവർ കർത്താവിനെ അറിയുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളിൽ ഓരോ ദിവസം ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഓരോ ദിവസം മാനസാന്തരമുള്ളവരായിരിക്കണം. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസങ്ങളിൽ മാത്രമല്ല നിങ്ങൾ യേശുവിനെ അറിയേണ്ടത്, നിങ്ങൾ എല്ലാ ദിവസവും യേശുവിനെ അറിയേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത യേശുവിൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ കൊടുക്കുമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലാണ് യേശു ജനിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഈ ദേശത്തോട് വിളിച്ചു പറയുന്ന ഒരു സുവിശേഷമുണ്ട്, നിങ്ങൾ എവിടെ പോയാലും പാപത്തിന് പരിഹാരം ഒരു മാർഗമേ ഉള്ളൂ, അത് യേശുവിന്റെ മാർഗമാണ്. ഇത് വിശ്വാസ മാർഗമാണ്, ഇതൊരു കർമ്മ മാർഗമല്ല, ഇത് വിശ്വാസ മാർഗമാണ്. വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾ മരിച്ചതിന് ശേഷം നിങ്ങളുടെ പേരിൽ ആരെങ്കിലും എവിടെങ്കിലും പോയി ഒരു മെഴുകുതിരി കത്തിക്കുകയോ അല്ലെങ്കിൽ തുന്യ മല സന്ദർശിക്കുകയോ നിങ്ങളുടെ ചിതാഭസ്മം ഒഴിക്കുകയോ അങ്ങനെയൊന്നും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടത്തില്ല. നിങ്ങളുടെ ആത്മാവിനെ സ്വർഗത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ ജീവനോടെ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ തീരുമാനിക്കേണ്ട ആവശ്യമുണ്ട്, നിങ്ങളുടെ ജീവൻ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ എന്ന്. അങ്ങനെയെങ്കിൽ രണ്ട് സ്ഥലമുണ്ട്, അത് ഒന്നാമത്തെ സ്ഥലം സ്വർഗവും രണ്ടാമത്തെ സ്ഥലം നരകവുമാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ജനിക്കുന്ന സകല മനുഷ്യരും മരിക്കും, നിശ്ചയമാണ്. മരിച്ചതിന് ശേഷം വചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും തക്കവിധം പ്രാപിക്കുവാൻ നാം ഓരോരുത്തരും ന്യായവിസ്താരത്തിന് മുമ്പിൽ നിൽക്കേണ്ട ഒരു ദിവസം വരും. നമ്മൾ ചെയ്ത പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം നമ്മൾ പ്രാപിക്കേണ്ട ഒരു ദിവസം വരും. അങ്ങനെയെങ്കിൽ അതിന് ആ നിത്യ ന്യായവിധി വരുമ്പോൾ ആ ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളവരാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ കർത്താവായ യേശുവിനെ വിശ്വസിക്കണേ മാത്രം ചെയ്യുക. അല്ലാതെ വേറൊരു മാർഗമില്ല. രക്ഷിക്കപ്പെടുക രണ്ടാമതൊരു മാർഗമില്ല, ഒറ്റയൊരു മാർഗം, അത് യേശുവിന്റെ മാർഗമാണ്. ഇത് വിശ്വാസത്തിന്റെ മാർഗമാണ്. നിങ്ങളുടെ ജീവനെ, നിങ്ങളുടെ പ്രാണനെ നിത്യ നരകത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ഒരു വീണ്ടെടുപ്പ് വില കൊടുത്ത് ഒരു രക്ഷകനുണ്ട്, അത് യേശു മാത്രമാണ്. ഇന്നേ വരെ ജനിച്ചിട്ടുള്ള സകലർക്കും വേണ്ടി, ഇനി ജനിക്കുവാൻ ഇരിക്കുന്നവർക്കും വേണ്ടി ഒരിക്കലായി യേശു ക്രൂശിൽ യാഗമായി തീർന്നു. ഒരിക്കലായി യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഒരിക്കലായി അവൻ മരിച്ചു, ഒരിക്കലായി അടക്കപ്പെട്ടു, ഒരിക്കലായി അവൻ ഉയർത്തെഴുന്നേറ്റു. രണ്ടാമത് യേശു ക്രിസ്തു പാപമില്ലാത്തവർക്ക് വേണ്ടി, പാപമില്ലാത്ത തന്റെ ജനത്തെ, തന്റെ സഭയെ ചേർക്കുവാൻ അവൻ വീണ്ടും മടങ്ങി വരിക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ ദേശമേ, നിങ്ങൾ ഇനി സമയം വെറുതെ പാഴാക്കി കളയരുത്. നിങ്ങൾക്ക് ഇനി ഇങ്ങനൊരു സന്ദേശം കേൾക്കുവാൻ നിങ്ങളുടെ പ്രാണൻ, നിങ്ങളുടെ ജീവൻ ഈ ഭൂമിയിൽ ഉണ്ടാവുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ ഇതാണ് സദ്വർത്താന
കാലം, ഇതാണ് രക്ഷാ ദിവസം. ഈ ദിവസത്തിൽ നിങ്ങൾ നിങ്ങളുടെ പേരും ജീവപുസ്തകത്തിൽ എഴുതുവാൻ, അതിന് നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ഹൃദയം ദൈവത്തിൽ കൊടുത്താൽ മാത്രം ചെയ്താൽ മതി. ഇങ്ങനെ നിക്കോദിമോസ് എന്ന് പറഞ്ഞ ഒരു പള്ളി പ്രമാണി ഉണ്ടായിരുന്നു. അവൻ യേശുവിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ഗുരു, ഞങ്ങൾ നിത്യജീവൻ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, വെള്ളത്തിനാലും ആത്മാവിനാലും ജനിക്കാത്തവൻ വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞു. അന്നേ വരെ അവർക്ക് അറിയത്തില്ല, അങ്ങനെ ഒരു വാക്ക് അവർ കേട്ടിട്ടില്ല. യേശുവിന്റെ വായിൽ നിന്നാണ് വീണത്, നീ വീണ്ടും ജനിക്കണം, വീണ്ടും ജനിച്ചില്ലെങ്കിൽ നീ ദൈവരാജ്യം നിനക്ക് കണി കാണാൻ പോലും പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. ആ വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ, അന്നേരം അവർ ചോദിച്ച ഒരു കാര്യമുണ്ട്, ഞാനിനി എങ്ങനെ വൃദ്ധനായ ശേഷം അമ്മയുടെ വയറ്റിൽ ഒന്നുകൂടെ കയറി ജനിക്കാൻ പറ്റുമോ? അന്നേരം പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ല, നിന്റെ ആത്മാവിനാൽ നീ ജനിക്കണം. ആത്മാവിനാൽ. ഞാൻ ഇന്ന് വരെ ചെയ്ത പ്രവൃത്തികളെല്ലാം തെറ്റാണ്, ഞാൻ പാപിയാണ്, എനിക്കൊരു വിശുദ്ധ ജീവനം നയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ്, അങ്ങനെ ഹൃദയത്തിൽ വരണമേ. ഞാനൊരു പാപി എന്ന് ഞാൻ അറിയുന്നു. എന്റെ ഈ വഴിയിൽ നിന്ന് എനിക്ക് ആ സത്യമാർഗത്തിലേക്ക് നീ എന്നെ കൊണ്ടുപോകണേ. പല ഗ്രന്ഥകർത്താക്കൾ പല ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഭൂമിയിൽ എല്ലാവരും പറയുന്ന കാര്യമുണ്ട്. എല്ലാ ഗ്രന്ഥങ്ങളും വ്യക്തമായി പറയുന്നു മനുഷ്യൻ പാപിയാണ്. അങ്ങനെയെങ്കിൽ ആ പാപത്തിൽ നിന്ന് എങ്ങനെ വെളിയിൽ വരും? അതിന് ഒരു മാർഗം യേശുവാണ്. ആ വെളിച്ചമായ ദൈവത്തെ കുറിച്ച് പറയുന്നു, അവൻ വെളിച്ചമാണ്, അവൻ വെളിച്ചത്തിന്റെ പിതാവിങ്കിൽ നിന്നുള്ളവനാണ്, അവൻ സത്യ വെളിച്ചമായിരുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടി അല്ലാതെ ആരും പിതാവിന്റെ അരികിൽ വരികയില്ല. ഒറ്റ മാർഗം, അത് യേശുവിന്റെ രക്ഷാമാർഗമാണ്, അത് വിശ്വാസമാർഗമാണ്. ഇത് കർമ്മമാർഗമല്ല, ഇത് വിശ്വാസമാർഗമാണ്. നിങ്ങൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ നീതീകരിക്കാൻ നോക്കിയാൽ മനുഷ്യരെല്ലാം പാപികളായതുകൊണ്ട് ആ കർമ്മമാർഗത്തിൽ ആ പ്രവൃത്തി ആ പൂർണ്ണതയുള്ളതായി മാറത്തില്ല. അങ്ങനെയെങ്കിൽ പൂർണ്ണതയുള്ള ഒരു പ്രവൃത്തി യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ അവൻ തന്റെ ശരീരം യാഗമായി തീർത്തു. ആ കർമ്മത്തിൽ വിശ്വസിക്കുമ്പോൾ, ആ മാർഗത്തിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ആയുസ്സും നിങ്ങളുടെ പ്രാണനും യേശു ഏറ്റവും വിലയേറിയതായി കണ്ട് നിങ്ങളുടെ പേരും ജീവപുസ്തകത്തിൽ എഴുതും. അങ്ങനെയെങ്കിൽ ഇനി നിങ്ങൾ ഒട്ടും നിങ്ങൾ അവിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഈ യേശുവിന് ഹൃദയം കൊടുക്കുമെങ്കിൽ ആ ഹൃദയത്തിൽ അവൻ നിങ്ങളുടെ ഹൃദയത്തിൽ വാസം ചെയ്യുക തന്നെ ചെയ്യും. ഞങ്ങളുടെ അഭിഷിദ്ധന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന ഒരു പാപത്തിൽ കൂടിയാണെന്ന് നിങ്ങൾക്കൊരു ചിന്ത വന്നാൽ നിങ്ങൾ ഒരു നിമിഷം ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യമാണ്. കർത്താവ്, ഞാനൊരു പാപിയാണ്, എന്റെ ഹൃദയത്തിലേക്ക് ഇന്നേ വരെ ചെയ്തു പോയ സകല പാപങ്ങളും അങ്ങ് ക്ഷമിക്കണമേ. അങ്ങ് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങേ ഞാൻ എന്റെ കർത്താവിന്റെ രക്ഷകനായിട്ട് അംഗീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഹൃദയത്തിൽ കടന്നു വരണമെന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു ഹൃദയം കൊടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ പേരും ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എഴുതി ചേർക്കും. യേശുവിന്റെ മടങ്ങി വരവിൽ നിങ്ങൾ സ്നാനപ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് നിങ്ങൾ ക്രിസ്തീയ ജീവിതം നയിക്കുമെങ്കിൽ കാഹളനാദം വാനിൽ കേൾക്കുമ്പോൾ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി ഇറങ്ങി വരുമ്പോൾ നിങ്ങളും യേശുവിന്റെ കൂടെ നിത്യയുഗങ്ങൾ വാഴുവാൻ നിങ്ങളെ സ്വർഗങ്ങളിൽ ദൈവം ചേർക്കുമെന്ന് ഞങ്ങൾ വ്യക്തമായി വിളിച്ചു പറയുന്നു. ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നത് കേവലം ഒരു ഫോഷ്കല്ല, ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നത് സത്യവചനമാണ്. സത്യവചനം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആ മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞ ഒരു രക്ഷകനേ ഉള്ളൂ, അത് യേശുവാണ്. യേശുവിൽ വിശ്വസിച്ച നിങ്ങളുടെ ജീവനും മരിച്ചാലും നിത്യയുഗങ്ങളായി നിങ്ങളും യേശുവിന്റെ വാസം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ ദേശനിവാസികൾക്കും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ഇരുന്നു കൊള്ളുന്നു. ദൈവം സഹായിക്കുമാറാകട്ടെ. ദൈവനാമത്തെ മാത്രമുണ്ടായിരിക്കട്ടെ. മനോഹരമായിരിക്കുന്ന ഒരു ദൈവ സന്ദേശം കേൾക്കുവാൻ നമ്മെ കർത്താവ് സഹായിച്ചല്ലോ. യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ എന്നിരിക്കുന്ന